തിരുവനന്തപുരത്ത് മധ്യവയസ്കന യുവതിയും ഹോട്ടൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിനുള്ളിലെ കുടിയിൽ ഹോട്ടലിലാണ് സംഭവം. മരിച്ചവരിൽ ഒരാൾ പേയാട് സ്വദേശി കുമാർ എന്ന് പോലീസ് അറിയിച്ചു. അജീഷ് ജയകുമാർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് തമ്പാനൂർ KSRTC ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അകത്തുള്ള ഈ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ഇവിടുത്തെ ഹോട്ടൽ ഉടമ ഇവിടെ പരിശോധിച്ചപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ മുറിക്കുള്ളിൽ കിടക്കുന്നതായി കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ഈ പേയാട് സ്വദേശികളായിട്ടുള്ള രണ്ടുപേരാണ് മരിച്ചത്. പേയാട് സ്വദേശി കുമാറും അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീയുമാണ് മരിച്ചത്. അവർക്ക് 42 വയസ്സ് പ്രായമുണ്ട്. 10-ാം തീയതിയാണ് കുമാർ ഈ ടൂറിസ്റ്റ് ഹോമിൽ റൂം എടുത്തത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടാണ് ഈ സ്ത്രീയെ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ഈ കുമാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ രാവിലെ അദ്ദേഹത്തിന് ജോലിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. രാവിലെ 5 മണിയായിട്ടും അദ്ദേഹത്തെ കാണാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ അദ്ദേഹത്തെ പലതവണ ഫോണിൽ വിളിച്ചു. അപ്പോൾ കിട്ടാത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇവിടെ സ്ഥിരമായി ഈ ടൂറിസ്റ്റ് ഹോമിൽ റൂം എടുത്ത് താമസിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഈ ടൂറിസ്റ്റ് ഹോമിൻ്റെ ഉടമസ്ഥനെ ഈ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ ഫോൺ വിളിച്ചത്. അങ്ങനെ ഫോൺ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുറി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ ഇതിൽ കുമാർ തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിലയിലാണ്. ഈ സ്ത്രീയുടെ മൃതദേഹം നിലത്ത് കിടക്കുന്നതാണ്. അവരുടെ കഴുത്ത് അറുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് എത്തി പരിശോധിക്കുകയാണ്. തമ്പാനൂർ പോലീസും DYSP അടക്കമുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് ഒരുപക്ഷെ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തതാകാമെന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് നിൽക്കുന്നത്. എന്തായാലും പ്രാഥമിക പരിശോധന മാത്രമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കൂടുതൽ വിശദമായ പരിശോധന, ഇൻക്വസ്റ്റ് നടപടികളടക്കം ഇനി നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കും മെഡിക്കൽ കോളേജിൽ. അതിനുശേഷം മാത്രമേ കൃത്യമായൊരു വിവരം നമുക്ക് നൽകാനാകൂ. ഉന്മേഷ്, ഈ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി പോലീസ് നൽകുന്നുണ്ടോ? എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യം? അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ പോലീസ് ഇപ്പോൾ? ഉമേഷ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. നമ്മളിപ്പോൾ ഈ ഹോട്ടൽ മുറിയിലാണുള്ളത്. ഇവിടെ ഇതിൻ്റെ മുകളിലത്തെ നിറയിലാണ് പരിശോധന നടക്കുന്ന. ആ മൃതദേഹങ്ങൾ കിടക്കുന്നത്. അവിടെ ഇപ്പോൾ പോലീസ് ഒരു കയർ കെട്ടി തിരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഇവിടെ ആയിരുന്നു മൃതദേഹങ്ങൾ രണ്ടുപേരുടെ മൃതദേഹം കിടന്നത്. ഈ സ്ത്രീയുടെ മൃതദേഹം കട്ടിലിന് താഴെയായിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെ ചോരപ്പാടുകളുണ്ട്. ഇയാളുടെ ഈ കുമാറിൻ്റെ മൃതദേഹം തൂങ്ങിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് ഇവിടെ എത്തിപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇവർ രണ്ടുപേരും പരിചയക്കാരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അയൽവാസികൾ കൂടിയാണ്. ഈ കുമാർ 10-ാം തീയതിയാണ് ഇവിടെ അവസാനമായി റൂം എടുത്തത്. ഇയാൾ സ്ഥിരമായി ഈ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ ഇടയ്ക്കിടയ്ക്ക് റൂം എടുക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെയാണ് ഈ സഹപ്രവർത്തകർ ഇയാളെ ജോലിക്ക് കാണാതായപ്പോൾ വിളിച്ച് തിരക്കിയത്. ഫോൺ വിളിച്ചപ്പോൾ കിട്ടാതായി. അങ്ങനെയാണ് കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിലെ ഉടമസ്ഥനെ ഫോൺ വിളിച്ചത്. ആ ഉടമസ്ഥനെത്തി ഇവിടെ മുറി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മൃതദേഹം കാണാനായത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ അങ്ങനെ സംഭവിച്ചതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെ സംഭവിച്ചെന്നടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവരുടെ പശ്ചാത്തലമൊക്കെ പരിശോധിക്കണം. രണ്ടുപേരും തിരുവനന്തപുരം പേയാടെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ കുമാർ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്, പക്ഷേ ഡിവോഴ്സ്ഡ് ആണ്. മറ്റു കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് നൽകാൻ കഴിയില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും പോലീസ് ഇവിടെ എത്തി രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുന്നുണ്ട്. DYSPയുടെ നേതൃത്വത്തിലാണ്, ഫോർട്ട് AC-യുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പോലീസ് വൈകാതെ തന്നെ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ സ്ത്രീയെ എന്തിന് കൊലപ്പെടുത്തി, അതിനുശേഷം എന്തിന് ആത്മഹത്യ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. ഉമേഷ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് ലോഡ്ജിൽ രണ്ടുപേർ മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ തിരച്ചിൽ, പരിശോധനയൊക്കെ ആ ലോഡ്ജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരാനുള്ള അജീഷ് ജയകുമാർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, ഈ മരിച്ച ആളെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും, മരിച്ചവരെ കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ കുമാറിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു നേരത്തെ അവിടെ അദ്ദേഹം എത്താറുണ്ട്, താമസിക്കാറുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം, അങ്ങനെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകാനുണ്ടല്ലോ. ഈ സുഹൃത്തുക്കൾ ഉൾപ്പെടെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ അജീഷ്?
ഉന്മേഷ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കുമാർ എന്ന് പറയുന്ന ആൾ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിലാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പുലർച്ചെയടക്കം ജോലിക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പലതവണ അദ്ദേഹം ഇവിടെ താമസിക്കാറുണ്ട്, മുറിയെടുത്ത് താമസിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം 10-ാം തീയതിയും ഇവിടെ മുറിയെടുത്ത് താമസിച്ചത്. പക്ഷേ ഈ സ്ത്രീ ഇവിടേക്ക് എത്തിയത് ഇന്നലെ വൈകിട്ടാണ് ഈ സ്ത്രീ ഇവിടെ എത്തി റൂമിൽ എത്തുന്നത്, മുറിയെടുക്കുന്നത്. ഈ ഇദ്ദേഹത്തിനൊപ്പമായിരുന്നു മുറിയെടുത്തത്. അതിനുശേഷം ഇന്ന് രാവിലെ അദ്ദേഹത്തിന് 5 മണിക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ സഹപ്രവർത്തകർ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. എത്താത്തതിനെ തുടർന്ന്, കൃത്യമായി 5 മണിക്ക് എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പലതവണ വിളിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്നാണ് ഒരുപക്ഷെ ഇദ്ദേഹം സ്ഥിരമായി താമസിക്കുന്ന ഈ ടൂറിസ്റ്റ് ഹോമിൽ ഉണ്ടാകാമെന്നൊരു നിഗമനത്തിൽ അവിടുത്തെ ഓണറെ വിളിക്കുന്നത്. ആ ഓണറെ ഫോൺ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓണർ രാവിലെ എത്തി ഇദ്ദേഹം മുറി എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മുറി തുറന്ന് പരിശോധിക്കുന്നു. ചവിട്ടിപ്പൊളിച്ചാണ് പരിശോധിച്ചത്. അങ്ങനെ ആ പരിശോധിച്ചപ്പോഴേക്കും ഇവർ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഉടൻ തന്നെ തമ്പാനൂർ പോലീസിനെ വിവരം അറിയിച്ചു. ആ തമ്പാനൂർ പോലീസ് ഒന്ന് പരിശോധിക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ മൃതദേഹം, അതിൽ സ്ത്രീയുടെ മൃതദേഹം കട്ടിലിന് താഴെയായി കിടക്കുന്ന നിലയിലാണ് കണ്ടത്. അവിടെ രക്തം കളമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം, കുമാറിൻ്റെ മൃതദേഹം തൂങ്ങിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്ത്രീയുടെ കഴുത്ത് അറുത്ത നിലയിലെന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം കുമാർ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. ഇവർ തമ്മിൽ അയൽവാസികളാണ്. പേയാട് ആണ് ഈ കുമാർ താമസിക്കുന്നത്. ഇയാളുടെ അയൽവാസി തന്നെയാണ് ഈ സ്ത്രീയും. അവരുടെ പേരുവിവരങ്ങളടക്കം ഇനി ലഭിക്കേണ്ടതുണ്ട്. ശരി അജീഷ്, കൂടുതൽ വിവരങ്ങൾ അറിവാകുന്നുള്ളൂ. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.